വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഇനി കേരളത്തിൽ അതിവേഗം കുതിക്കാം എന്നതാണ്. അതിവേഗ റെയിൽവേ പദ്ധതി വിശദീകരിച്ച മെട്രോമാൻ ഇ ശ്രീധരൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്താവുന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 70% എലിവേറ്റഡ് പാതയും 20% ടണൽ പാതയുമായിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമായിരിക്കും സ്ഥലം ഏറ്റെടുപ്പ് വേണ്ടിവരിക. പാലം, തൂണുകൾ എന്നിവയുടെ പണി കഴിഞ്ഞാൽ ആ ഭൂമി തിരിച്ചു നൽകാൻ സാധിക്കുമെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തെ പോയി കണ്ടത് പ്രധാന കാരണം നമ്മൾ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ലൈൻ ഈ കൊല്ലത്തെ ബഡ്ജറ്റിൽ കൊണ്ടുവരണം എന്ന് നിർബന്ധിക്കാനായിരുന്നു പോയത്. 2023 ഞാൻ റെയിൽവേ മിനിസ്റ്റർക്ക് ലെറ്റർ എഴുതി ഈ പ്രോജക്റ്റ് 2 സംസ്ഥാനങ്ങൾക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് GPR ഉണ്ടാക്കാൻ വളരെ സാങ്ഷൻ തരണം. ടു സ്റ്റാർട്ട് വിത്ത് ട്രെയിൻ 8 കോച്ച് ഉണ്ടാവും. പിന്നെ അത് വേണമെങ്കിൽ 12 കോച്ചാക്കാൻ, മാക്സിമം 16 കോച്ച് മാക്സിമം പറ്റുള്ളൂ. ഈ ഹൈസ്പീഡ് ട്രെയിനിൽ ഒരു വ്യത്യാസം, അതിന് ആൾക്കും നിന്ന് പോകാൻ പറ്റില്ല, എല്ലാവരും ഇതിലേ പോകാൻ പാടും. അപ്പോൾ 8 കോച്ച് ട്രെയിനിൽ 560 പാസഞ്ചേഴ്സിന് പോകാൻ സെറ്റായി. ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 86,000 crores ആയിരിക്കും. 86,000 crores. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, എന്തായാലും വളരെ വിശദമായൊരു പ്രോജക്ട് റിപ്പോർട്ട് തന്നെ അദ്ദേഹം കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിന് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെ ഇപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെയുള്ള സൂചനകളുണ്ടായിരുന്നു, പക്ഷെ അതുണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിനെ വളരെ കാര്യമായി പരിഗണിക്കുന്നു എന്ന നിലയ്ക്ക് കൂടി ഈ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനത്തിനുള്ള സാധ്യതകളുണ്ട്. എന്താണ് ഈ ശ്രീധരൻ വ്യക്തമാക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ പ്രോജക്റ്റിനെ എങ്ങനെ കേന്ദ്രം സ്വീകരിക്കുന്നു എന്നതാണ്. തീർച്ചയായിട്ടും ഈ സിൽവർ ലൈനിനെ പൂർണ്ണമായിട്ടും തള്ളുകയും എന്നാൽ അതിവേഗ റെയിൽപാത അതുമായിട്ട് മുന്നോട്ട് പോവുക എന്ന ഒരു കാര്യമാണ് ഈ ശ്രീധരൻ ഇപ്പോൾ പങ്കുവെച്ചത്. കേന്ദ്രം അതിനെ അങ്ങനെ തന്നെ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ കരുതിയെങ്കിലും അതുണ്ടായില്ല. പക്ഷേ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന കാര്യം അത് വിശദമായി തന്നെ ഇന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പൊന്നാനിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അതിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്രവും റെയിൽവേയും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ഇത് 5 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. അതിന് സ്ഥലം ഏറ്റെടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ് ഉള്ളത്. കഴിഞ്ഞ മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ സമരങ്ങളുമായിട്ട് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, പദ്ധതിക്കെതിരെ സമരം വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ തടസ്സപ്പെടും. അതുകൊണ്ട് സമരം ഉണ്ടാവാൻ പാടില്ല. കൃത്യമായി ജനങ്ങളിലേക്ക് അവബോധം എത്തിക്കണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി എത്തിക്കാൻ പറ്റണം എന്നൊരു കാര്യം കൂടെ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ തന്നെ ഇത് 70% എലിവേറ്റഡും അതുപോലെ തന്നെ ബാക്കി വരുന്നത് തുരങ്കപാതയുമാണ്. അതുകൊണ്ട് ജനജീവിതത്തെ അത്ര തോതിൽ ഇത് ബാധിക്കില്ല. നിലവിലെ റെയിൽ ട്രാക്കിന് സമാന്തരമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോടൊപ്പമുള്ള പാതയാണോ അതോ പൂർണ്ണമായും മറ്റൊരു ടെറൈനിലൂടെ കടന്നു പോകുന്നതാണോ? എങ്ങനെയാണ്? അതിനെക്കുറിച്ച് അദ്ദേഹം വിശദമാക്കിയിരുന്നു. പൂർണ്ണമായിട്ടും മറ്റൊരു ടെറൈനിലൂടെ തന്നെ പോകുന്ന പാതയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഈ കുറേയധികം സ്ഥലം ഏറ്റെടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ കുറേയധികം സ്ഥലം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് 70% എലിവേറ്റഡ് പാതയാകുമ്പോൾ ബാക്കി വരുന്നതാണ് തുരങ്കപാത എന്ന് പറയുന്നത്. അതിൽ തന്നെ പാലങ്ങളുടെയും തൂണുകളുടെയും ഒക്കെ പണി പൂർത്തിയാവുന്ന ഘട്ടത്തിൽ അത് ആവശ്യാനുസരണം അതിൻ്റെ ആളുകൾക്ക് തന്നെ തിരികെ കൊടുക്കാനും പറ്റും. അവിടെ കൃഷിയടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ഒരു കാര്യവും കൂടെ ഈ ശ്രീധരൻ പങ്കുവെക്കുന്നുണ്ട്. 560 യാത്രക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ കഴിയും. ട്രെയിനിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സംവിധാനമില്ല. എല്ലാവർക്കും ഇരുന്ന് തന്നെ യാത്ര ചെയ്യാനുള്ള സൗകര്യമായിരിക്കും ഇതിൽ ഒരുക്കുക എന്നുള്ളത് കൂടെ തന്നെ പറയുന്നു. അതോടൊപ്പം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിൽ കണക്കാക്കുന്നത് 3 മണിക്കൂർ 15 മിനിറ്റ് ദൈർഘ്യം സമയമാണ് അതിൽ കണക്കാക്കുന്നത്. അതായത് 200 കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ ഈ ട്രെയിൻ കടന്നു പോകും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും 60,000 കോടി രൂപ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രം കൂടെ എടുക്കണം. അതായത് 30,000 കോടി രൂപ കേന്ദ്രവും 30,000 കോടി രൂപ സംസ്ഥാന സർക്കാരുമാണ് എടുക്കേണ്ടത്. അത് വർഷത്തിൽ ഒരു 60,000 കോടി എന്ന തരത്തിൽ തന്നു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാം എന്ന ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വിമാനത്താവളങ്ങളെ കൂടെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്നു. അതിൽ കണ്ണൂരില്ല.
കണ്ണൂർ വിമാനത്താവളമില്ല, തിരുവനന്തപുരം, കരിപ്പൂർ, അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളം, ഈ 3 വിമാനത്താവളങ്ങളെ കൂടെ ബന്ധിപ്പിച്ചു കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് കൂടെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 9 മാസത്തിനകം ഇതിൻ്റെ ഒരു പൂർണ്ണമായ DPR തയ്യാറാക്കുമെന്നാണ് പങ്കുവെക്കുന്നത്. 2009 ഇതിൻ്റെ DPR തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇതിൻ്റെ ജോലികൾ ആരംഭിച്ചിരുന്നു. അന്നൊരു DPR തയ്യാറാക്കിയതാണ്. എന്നാൽ സിൽവർ ലൈൻ വരുന്ന ഘട്ടത്തിൽ ഇത് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ അവിടെ അവസാനിപ്പിച്ചു. അന്ന് സിൽവർ ലൈൻ ഇത് ഒരിക്കലും സിൽവർ ലൈനുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്, അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ അന്ന് തന്നെ ശ്രീധരൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ 2009 ഉണ്ടാക്കിയ DPR, ആ DPRൽ നിന്നും പൂർണ്ണമായി ഒരുപാട് വ്യത്യാസമുള്ള ഒരു DPR തന്നെയാണ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രോജക്റ്റ് ആണ്. സിൽവർ ലൈൻ അങ്ങനെ നിന്നിരുന്നു, അതിന് പകരം മറ്റൊരു പ്രോജക്റ്റ് ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ കേന്ദ്രം അതിനോട് പച്ചക്കൊടി കാണിക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. ഇനി അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ആ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴാണ് ഏതൊക്കെ ആണ്. ഇപ്പോൾ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, പക്ഷേ ഏതൊക്കെ സ്ഥലങ്ങൾ ഇടിക്കേണ്ടി വരും, ഈ പാലവും ഒക്കെ പണിത് കഴിഞ്ഞാൽ ആ സ്ഥലം തിരിച്ചു കൊടുക്കുന്ന സംവിധാനമാണ്, പൂർണ്ണമായും അങ്ങനെ ഏറ്റെടുത്ത് പോകുന്ന നിലയിലല്ല എന്ന് പറഞ്ഞു. എന്തായാലും പ്രോജക്റ്റ് റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. സ്വാഭാവികമായിട്ടും ആശങ്കയും പ്രതീക്ഷയും ഒരേപോലെ ഉയരാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് നോക്കാം.